ആറന്മുള വിവാദ ഭൂമിയിലെ പദ്ധതിക്ക് IT വകുപ്പിന്റെ പിന്തുണ വ്യവസായ വളർച്ചയ്ക്ക് പ്രയോജനകരമെന്ന് KSITIL. പദ്ധതിയുമായി സഹകരിക്കാമെന്നും സർക്കാരിൽ നിന്ന് നിക്ഷേപം ആവശ്യമില്ലെന്നും KSITIL വാദം. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള IT വകുപ്പിന് കീഴിലെ കമ്പനിയാണ് KSITL. വിവരങ്ങളുമായി വിനീഷ് വിശദാംശങ്ങൾ. രാഖി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആറന്മുള വിവാദ ഭൂമിയിൽ പുതിയ പദ്ധതികൾക്ക് സർക്കാരിനൊപ്പം തന്നെ KGS ഗ്രൂപ്പ് ഒരു ആക്കം കൂട്ടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ IT വകുപ്പിനെ KGS ഗ്രൂപ്പ് സമീപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം IT വകുപ്പിനോട് നേരത്തെ തന്നെ KGS ഗ്രൂപ്പ് ഈ ഭൂമിയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭൂമിയിൽ 344 ഏക്കർ ഭൂമിയാണ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തുള്ളത്. ഈ പ്രദേശത്തെ ഭൂമിയിൽ ഭൂരിഭാഗവും പ്രദേശവും നിലം അല്ലെങ്കിൽ തണ്ണീർത്തട പ്രദേശമാണ്. ഈ തണ്ണീർത്തട നിയമപ്രകാരം ഒരു കാരണവശാലും അവിടെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അന്ന് ആറന്മുള വിമാനത്താവള പദ്ധതി തന്നെ ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. വീണ്ടും ആ സ്ഥലത്ത് KGS ഗ്രൂപ്പ് പുതിയ പദ്ധതിയുമായി എത്തുകയാണ്. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കാണ് പുതുതായി ഉള്ള ഒരു നീക്കം KGS ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിനാണ് ഇപ്പോൾ പച്ചക്കൊടി IT വകുപ്പ് നൽകിയിരിക്കുന്നത്. IT വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. IT വകുപ്പ് ഭരിക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ് IT വകുപ്പ്. ഈ വകുപ്പിന് കീഴിലുള്ള കമ്പനിയാണ് KSITIL എന്ന കമ്പനി. ഈ കമ്പനിയുടെ അടിസ്ഥാനത്തിലാണ്, ഈ കമ്പനിയുടെ ബോർഡ് യോഗം ചേർന്നാണ് ഇതിനുള്ള അനുമതി നൽകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ IT വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഇത്തരത്തിലുള്ള KGS ഗ്രൂപ്പിന്റെ ഇളവ് ആവശ്യപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള ആ ഒരു വകുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷയും എത്തിയിരിക്കുന്നത്. അപേക്ഷ എത്തി ആ അപേക്ഷ പരിശോധിക്കാൻ തന്നെ റവന്യൂ വകുപ്പിനോടും കൃഷി വകുപ്പിനോടും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ആവശ്യം നിർദ്ദേശം ഈ IT വകുപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ കൃഷി വകുപ്പ് കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. അത് എതിർത്തുകൊണ്ട് തന്നെയാണ് കൃഷി വകുപ്പ് രംഗത്തെത്തിയത്. ഒരു കാരണവശാലും തണ്ണീർത്തട പദ്ധതി പ്രദേശമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി നേരത്തെ സ്ഥലം ഏറ്റെടുത്ത സ്ഥലം. 344 ഏക്കർ ഭൂമിയാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ 90% സ്ഥലവും പാരിസ്ഥിതിക ലോല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് കൃത്യമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ആ കൃഷി വകുപ്പിന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മറ്റ് നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് IT വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ IT വകുപ്പ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. ആ പദ്ധതി പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃഷി വകുപ്പ് പറയുമ്പോൾ തന്നെ IT വകുപ്പ് ഇറക്കിയിരിക്കുന്ന റിപ്പോർട്ട് ഇത്തരത്തിലാണ്. സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഈ നിർദ്ദേശം വളരെ പ്രയോജനപ്രദമാകും. ഒപ്പം തന്നെ സർക്കാരിൽ നിന്ന് നിക്ഷേപം ആവശ്യമില്ലാത്തതിനാൽ ഇതുമായി സഹകരിക്കാവുന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് IT വകുപ്പിന് കീഴിലെ KSITIL എന്ന ബോർഡ് കമ്പനി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഒപ്പം തന്നെ വാർഷിക റിട്ടേണുകളും സാമ്പത്തിക വിവരങ്ങളും ഫയൽ ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ കമ്പനിയുമായി ചർച്ച ചെയ്യുകയും അത് ഉടൻ പരിഹരിക്കാൻ നിർദ്ദേശം ചെയ്യുകയും ചെയ്യുമെന്ന് KSITIL നിർദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഇത് പ്രയോജനമാകുമെന്ന് ആദ്യ റിപ്പോർട്ട് പറയുന്നു. അങ്ങനെ നിരവധി സർക്കാരിനും ഒപ്പം തന്നെ അവിടെയുള്ള പ്രദേശവാസികൾക്കും ഗുണം ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ KSITL നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ് IT വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇടുക്കിയിൽ ഇതിനെതിരെ കൃഷി വകുപ്പ് മന്ത്രി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കൃഷി മന്ത്രി P. പ്രസാദാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു കാരണവശാലും ആ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് കൃഷിമന്ത്രി P. പ്രസാദും വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും CPI യും CPM തമ്മിലുള്ള ഒരു പൊതുവായ
തർക്കത്തിലേക്ക് ഈ വിഷയം മാറുമോ എന്ന് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അന്ന് ഈ 2010 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 10 വർഷം മുമ്പ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ വിമാനത്താവള വിരുദ്ധ സമരസമിതി എന്ന ഒരു വലിയ പ്രക്ഷോഭം നടത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അന്ന് ഹിന്ദു ഐക്യവേദി നേതാവായിരുന്ന കുമ്മനം രാജശേഖരനും ഒപ്പം തന്നെ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെത്തിയ നേതാക്കളുമാണ്. അതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇന്നത്തെ കൃഷിമന്ത്രിയായ പി പ്രസാദ്. അതുകൊണ്ട് തന്നെ പി പ്രസാദ് നേരത്തെ തന്നെ തന്നെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ തന്നെ അത് പ്രായോഗിക തലത്തിൽ നടക്കുകയില്ല എന്ന് കൃഷി വകുപ്പ് തന്നെ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പക്ഷേ മറ്റു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള IT വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് കൃഷിമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്: നെൽവയലും തണ്ണീർത്തടവും നികത്തുന്നതിനെയാണ് എതിർക്കുന്നത്, വികസന പദ്ധതിയല്ല എതിർക്കുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമനത്തിന്റെ ലംഘനമാണ് അന്നും നടന്നത്. ഇനി വികസനം ആ പ്രദേശത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വികസനം എന്ന പേര് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് നടക്കുക. കണ്ടെത്തിയ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അനുമതി നൽകാൻ സാധിക്കില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കൃഷിമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ സമാനമായ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തിയിരിക്കുന്നു. നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. പാരിസ്ഥിതിക ലോല പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കും. അത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ സർക്കാരിന് അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം. എന്നിട്ടും മുഖ്യമന്ത്രി KGS ഗ്രൂപ്പ് വഴി ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KGS ഗ്രൂപ്പ് കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ ഒരു അപേക്ഷ ആണ് ഈ ഇലക്ട്രിക്കൽ ക്ലസ്റ്റർ പദ്ധതിക്കുള്ള അനുമതി തേടിക്കൊണ്ട് IT വകുപ്പിന് അപേക്ഷ നൽകിയത്. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായി തന്നെ ഭൂമിയിലെ പദ്ധതിക്ക് IT വകുപ്പിന്റെ പിന്തുണയെന്ന നിർണായകമായ വാർത്തയാണ് പി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.